മഹാലക്ഷ്മി സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ ശബരിമലയ്ക്ക് പോയതിന് പിന്നാലെ നമ്മുടെ മഹാലക്ഷ്മിക്ക് യാതൊരു സമാധാനവും ഇല്ലെന്ന് തന്നെ പറയാൻ കാരണം, ക്ഷേത്രത്തിൽ പോയ സമയത്ത് ദേവി മുത്തശ്ശി മഹാലക്ഷ്മിയോട് പറഞ്ഞിരുന്നു കണ്ണന് 3-4 ദിവസവും കൂടി ഇനി സമയദോഷമുണ്ടെന്നും പ്രാർത്ഥനയോടെ മനസ്സുരുകി ദൈവത്തെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മഹാലക്ഷ്മിക്ക് നല്ല പേടിയുണ്ട്. കാനനപാതയിലൂടെ നടന്നു പോകാനാണ് കണ്ണൻ്റെ തീരുമാനം. അപ്പോൾ സമയദോഷവും കൂടി ആണെങ്കിൽ അത് കണ്ണന് വല്ല ആപത്തും ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടിയാണ്. ദേവി മുത്തശ്ശി പറയുന്ന എല്ലാ കാര്യവും ഇതുവരെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഭയപ്പെടുകയും ചെയ്യുന്നത്. മഞ്ജുവിനോട് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ ഈ മഹാലക്ഷ്മി പറയുന്ന കാര്യങ്ങളൊന്നും മറ്റാരുടെയും പറയുന്നില്ല. അതായത് ശത്രുക്കളായ കരുണയോടോ ദുർഗയോടോ ഉണ്ണിയോടോ ഒന്നും. മഞ്ജുവും മഹാലക്ഷ്മിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഏട്ടത്തി പേടിക്കണ്ട, ഏട്ടത്തി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈശ്വരന്മാർ കേൾക്കും. മാത്രമല്ല അയ്യപ്പസ്വാമി ഉറപ്പായിട്ടും കണ്ണേട്ടനെ കാത്തോളും. പിന്നെ മാർക്കോയും ലോപ്പസും സാഗരേട്ടനൊക്കെ ഇല്ലേ, എന്തായാലും അവരുടെ സംരക്ഷണത്തിൽ കണ്ണേട്ടന് യാതൊരു ആപത്തും വരത്തില്ല. ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ കാനനപാതയിലൂടെ നടന്നു പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. മേഘനാഥൻ അറേഞ്ച് ചെയ്ത ഗുണ്ടകളാണെങ്കിൽ കണ്ണനെ കണ്ട് ആകെ ഞെട്ടുന്നു. കാരണം വീൽ ചെയറിലിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് ആ 4 പേരും നടന്നു പോകുന്നത് കണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മേഘനാഥൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗുണ്ടകൾ നിസാരക്കാരല്ല, രാഷ്ട്രീയക്കാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തന്നെ കേസും നൂലാമാലയും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ പോംവഴിയും അവന്മാർക്കറിയാം. അങ്ങനെ അവന്മാരാണെങ്കിൽ കണ്ണൻ്റെ പിന്നാലെ തക്കം പാത്ത് നടക്കുന്നതായി കാണിക്കുന്നു. ഇതൊന്നും അറിയാതെ കണ്ണനും മാർക്കോയും ലോപ്പസും സാഗറും ഒക്കെ നടന്ന് ഒരു കുന്നിൻ മുകളിൽ റെസ്റ്റ് എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ണനെ കണ്ട് ഗുണ്ടകൾ പരസ്പരം പറയുന്നു, ഇനി ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവനെ ഇപ്പം തന്നെ തീർത്തേക്കണം. അതേസമയം മേഘനാണെങ്കിൽ വാമദേവനോട് ധൈര്യമായിട്ട് എല്ലാ തവണയും കണ്ണനെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ കൊല്ലാൻ ഗുണ്ടകളെ പറഞ്ഞു വിട്ടതിന് ശേഷമുള്ളൊരു കോൺഫിഡൻസ് വർത്താനം ഉണ്ടല്ലോ, ഇത്തവണ ഉറപ്പായിട്ടും കണ്ണൻ അങ്ങ് പരലോകത്തെത്തിയിരിക്കും, എൻ്റെ പ്ലാനെല്ലാം നടപ്പാകും, കമലേശ്വരത്തെ സ്വത്തുക്കൾ മുഴുവനും ഇനി എൻ്റെ പേരിലായിരിക്കും വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളൊരു തൻ്റെയുടെ വർത്താനം. അതുപോലെ സംസാരിക്കുന്ന സമയത്ത് വാമദേവൻ പറയുന്നു, വലിയ കിനാവൊന്നും കാണണ്ട, നിൻ്റെ ജീവിതം ഇനി എന്താകുമെന്നാണ് എൻ്റെ സംശയം. അയ്യപ്പനെ തൊട്ട് കളിക്കുന്ന നീ അനുഭവിക്കത്തേ ഉള്ളൂ. മാലയിട്ട സ്വാമിയാണവൻ, അവനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശാപം നിൻ്റെ ആയുഷ്കാലവും വിട്ടുമാറില്ല എന്നൊക്കെ വാമദേവൻ പറയുമ്പോൾ അച്ഛനൊന്ന് ചുമ്മാതിരിക്കുക, എന്തു പറഞ്ഞാലും നെഗറ്റീവ് വർത്താനം മാത്രമേ ഉള്ളെന്നും പറഞ്ഞ് ചൂടാവുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ. അങ്ങനെ എന്തായാലും മേഘനാഥൻ അറേഞ്ച് ചെയ്ത ഗുണ്ടകളാണെങ്കിൽ മലയ്ക്ക് മുകളിൽ നിൽക്കുന്ന കണ്ണൻ ഇത്രയും നേരം നടന്നു വന്നതിൻ്റെ എല്ലാ ക്ഷീണവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണ്ട്. കുറേ വർഷങ്ങളായിട്ട് നടക്കാതിരുന്നിട്ട് ഇത്രയധികം ദൂരം ഒറ്റത്തവണ നടക്കുന്നതിൻ്റെ ആ ഒരു ക്ഷീണമാണ്. അങ്ങനെ ക്ഷീണിച്ച് നിൽക്കുന്ന കണ്ണനെ പിന്നാലെ വന്ന് രഹസ്യമായി ഒറ്റ ചവിട്ടിന് താഴേക്കിടുന്നു. അലറി വിളിച്ച് കണ്ണൻ താഴെ നിലത്തേക്ക് പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. ഇനി മാർക്കോയും ലോപ്പസ് സാഗറും കൂടി വീഴാതെ രക്ഷപ്പെടുത്തി പിടിച്ചിണീപ്പിക്കുമായിരിക്കും. എന്തായാലും നായകന് ഒരാപത്തും സംഭവിക്കില്ല എന്ന് തന്നെയാണ് വിശ്വാസം. എങ്കിലും ആ ഗുണ്ടകൾ കൃത്യം നിർവഹിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിൻ്റെ അട്ടഹാസത്തിലും സന്തോഷത്തിലുമാണ് നമ്മുടെ പ്രതാപൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശിക്ക് മനസ്സിലാകുന്നില്ല. എന്താടാ പ്രതാപ, എന്താ കാര്യം എന്ന് പറയുമ്പോൾ, പോയമ്മ പോയി, ഓ ഇത് നീ എന്നും പറയാറുള്ള വർത്താനമല്ലേ, സത്യമാണോ, അവൻ മരിച്ചു എന്ന് പൂർണ്ണ ഉറപ്പ് വന്നതിന് ശേഷം മാത്രം സന്തോഷിച്ചാൽ മതി. എന്നെ അല്പം മുമ്പ് മേഘൻ വിളിച്ചിരുന്നു, അവൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ പറഞ്ഞ കാര്യം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ടെന്ന്. സത്യമാണോ പ്രതാപ, അതോ മുമ്പൊരിക്കൽ മഹാലക്ഷ്മിയെ ചിതയൊരുക്കി കത്തിച്ചതുപോലെയാകുമോ? ഇതങ്ങനെയൊന്നും അല്ലമ്മ, സത്യം തന്നെയാണ്. വലിയൊരു പാറക്കെട്ടിൽ നിന്ന് അവനെ താഴേക്ക് ചവിട്ടിയിട്ടെന്ന് അവന്മാർ പറഞ്ഞത്. എന്തായാലും താഴെ വീണ അവൻ്റെ പൊടി പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയും അതിനൊത്ത് സന്തോഷിക്കുന്നു. അതേസമയം നമ്മുടെ മഹാലക്ഷ്മിക്കാണെങ്കിൽ തീരെ സമാധാനമില്ല. മഹാലക്ഷ്മിയാണെങ്കിൽ ജലപാനം പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ലെന്ന് തന്നെ പറയാം. അപ്പം ദുർഗ ചോദിക്കുന്നു, നീ എന്താടി ഇങ്ങനെ വിഷമിച്ചും ആദി പിടിച്ച് നടക്കുന്നത്, ഇവിടെ ആരെങ്കിലും ചത്തോ? എൻ്റെ കണ്ണേട്ടൻ മലയ്ക്ക് പോയി വരുന്നത് വരെ എനിക്കൊരു സമാധാനം കാണില്ല. ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും സന്തോഷിച്ചാലും സന്തോഷിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ, പിന്നെന്തിനാ എൻ്റെ കൂടെ വഴക്കിന് വരുന്നതെന്നും ചോദിച്ച് മഹാലക്ഷ്മി അങ്ങ് പോകുന്നത് കണ്ട് കരുണയും ദുർഗയും ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ട്. കണ്ണനെയാണെങ്കിൽ ഒന്ന് വിളിക്കാൻ പോലും പറ്റാത്ത വിഷമത്തിലാണ് നമ്മുടെ മഹാലക്ഷ്മി. മലയ്ക്ക് പോയത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാനൊന്നും പറ്റുന്നില്ല.
അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. കണ്ണന് യാതൊരു ആപത്തും കൂടാതെ മാർക്കോയും സാഗറും ലോപ്പസും രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും മലയ്ക്ക് പോകുന്ന കണ്ണൻ അയ്യപ്പസ്വാമിയെ കണ്ണിറയെ കണ്ട് തൊഴുതു വരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം.